യു കെയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വർക്ക് ഫോഴ്സ് ആണ് ഹെൽത്ത് ആൻഡ് കെയർ സെക്ടർ. സ്കിൽ വർക്കർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന വിസ കാറ്റഗറീസ് ആണ് കെയറേഴ്സ് ആൻഡ് സീനിയർ കെയറേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നടക്കുന്ന എബ്യൂസും എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് നിങ്ങൾ എവരായിരിക്കും പലരും അത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ ക്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി യു കെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ്, അതായത് റീജിയണൽ പാർട്ട്ണർഷിപ്പ്. എല്ലാ റീജിയൻസിലും ഒരു റീജിയണൽ പാർട്ട്ണർഷിപ്പ് ബോർഡ് ഉണ്ട്. അതായത് ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ക്യാൻ ജോയിൻ regional partnership. So they will provide, അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ they will help you to find new employees. അതുപോലെ തന്നെ they will guide you what to do. Even they will provide you mental support. അപ്പോൾ ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുള്ള കെയറേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസ് ക്യാൻ ജോയിൻ റീജിയണൽ പാർട്ണർഷിപ്പ്. ആ ഒരു റീജിയനിൽ ഒരു പൂൾ ഓഫ് എംപ്ലോയീസ് ക്രിയേറ്റഡ് ആവും. അതുപോലെ തന്നെ റീസെന്റ്, അതായത് April 9th ശേഷം വന്ന ഒരു റൂൾ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, കെയർ പ്രൊവൈഡേഴ്സ് ബിഫോർ ഗോയിങ് ടു സ്പോൺസർ ഓവർസീസ് എംപ്ലോയീസ് അല്ലെങ്കിൽ വേറെ ഇമിഗ്രേഷൻ കാറ്റഗറീസിനുള്ള എംപ്ലോയീസിനെ സ്പോൺസർ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഈ ഒരു പൂൾ ഓഫ് എംപ്ലോയീസിന് റിക്രൂട്ട്മെന്റ് നടത്തിയ ശേഷം റീജിയണൽ പാർട്ട്ണർഷിപ്പ് കൺഫേം ചെയ്യണം. അതായത് ഈ കെയർ പ്രൊവൈഡേഴ്സിന്റെ വേക്കൻസി ഫില്ല് ചെയ്യാൻ മാത്രമുള്ള കെയർ വർക്കേഴ്സ് അവിടെ ഇല്ലാന്ന് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ കെയർ പ്രൊവൈഡേഴ്സിന് ഓവർസീസ് എംപ്ലോയീസ് അല്ലെങ്കിൽ അതർ ഇമിഗ്രേഷൻ കാറ്റഗറീസിലുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊരു എക്സെപ്ഷൻ എന്ന് വെച്ചാൽ, നിങ്ങളുടെ കെയർ പ്രൊവൈഡേഴ്സിന്റെ അണ്ടറിൽ നിങ്ങൾ ഇപ്പോൾ ഒരു 3 months എബോവ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല കെയർ പ്രൊവൈഡേഴ്സിന്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ റീജിയണൽ പാർട്ണർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദം. താങ്ക് യു.